എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ? ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ വിഭവങ്ങൾ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് കൊറേ വിഭവങ്ങളുണ്ട്. അമ്മമ്മ അതിരാവിലെ ഇട്ട്, അതായത് എൻ്റെ അമ്മ അതിരാവിലെ, ഇവരുടെ അമ്മാമ്മയാണ് കേട്ടോ. അമ്മ ഒരു 6 മണി 5:30 ആ നേരത്തെ എഴുന്നേറ്റ് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വിഭവങ്ങൾ എന്താണെന്ന് നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. ഹായ് ഗൈസ്, അപ്പം നമുക്ക് ഇത്രയും കറികൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പം ഏതൊക്കെ കറികളാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യം തന്നെ കാളൻ, പിന്നെ ഓലൻ, പിന്നെ പയറും മത്തങ്ങയും, എലിശ്ശേരി, ബീട്രൂട്ട് പിച്ചടി, കാബേജ്, ഇത് നമ്മുടെ ശർക്കരയും, പിന്നെ രസം, പിന്നെ അത് വെള്ളച്ചാറ്, മാങ്ങച്ചാറ്, നാരങ്ങച്ചാറ്, പുളിഞ്ചി, അവില്, സാമ്പാർ, പിന്നെ അത് ഇഞ്ചിത്തൈര്, പിന്നെ ഇത് എൻ്റെ ഫേവററ്റ് കറിയാണ് പയറും കായും ഉപ്പേരി, പിന്നെ രാവിലത്തെ ഉപ്പുമാവ്, പിന്നെ അത് ചോറ്, പിന്നെ പായസം, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഇത് ഗൈസ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പം ഇനി പായസം നമുക്ക് അടുപ്പത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ അത് വേറെ ഇതും ഒരു അച്ചാറ്. അപ്പം നമുക്ക് പായസം അടുപ്പത്താവണമല്ലോ. അപ്പം അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ. പിന്നെ അതെ നമ്മുടെ പപ്പടം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാലടയാണ് കേട്ടോ. അപ്പം ഇനി ബാക്കി നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പം ഗൈസ്, ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാൻ വിഷമിച്ച് ചേച്ചി ബാക്കി കേട്ടോ. അപ്പൊ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ചുകൂടെ ഉറങ്ങാൻ പോവാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. ഇവിടെ കണ്ണു തുറക്കാൻ വയ്യ, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ചേച്ചിയും ചേട്ടനും ഉണ്ണിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ ഇരിക്കാം. ഇപ്പം ഞങ്ങൾ കുറച്ചേരം തുറക്കട്ടെ കേട്ടോ. അപ്പോൾ അവരെത്തിയിട്ടുണ്ട്. ഏത് മൂട് ഇതൊക്കെ ഡ്രസ്സ് കാണിക്കും. ഇവിടെ നിക്ക് നോക്കട്ടെ. ഇവിടെ നിന്നേ നിക്ക്. നല്ല ഭംഗിണ്ടല്ലേ വെളുത്തിട്ടിരിക്കണേ? അല്ലാന്ന് നല്ല വെളുത്ത് നോക്കാം. നല്ല ഭംഗിയില്ലേ അമ്മ? നിച്ചോ നിച്ചോ മൂന്ന് പേരും ഒരേ കളറാട്ടെ. നല്ല കളറാ. ചൂത്തുമണി ഇട്ടിട്ടത് നിച്ചു ഇവിടെ നിൽക്കുക ചേട്ടാ. അത് കഴിഞ്ഞ് പിന്നെ രണ്ടോണത്തിന്റെ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. തിരുവോണം എത്രയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഹായ് ഗൈസ്, അപ്പം അങ്ങനെ രണ്ടോണമായി. അപ്പം രണ്ടോണത്തിന്റെ 2 മണിക്ക് ഇവിടെ കുമ്മാട്ടി ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഇതേ കുമ്മാട്ടി കാണാൻ പോവാണ് കേട്ടോ. നമ്മുടെ മാള് ഇതേ രണ്ടുപേരും ഓണക്കോടിയാണ് കേട്ടോ. ഞാൻ ഒരു ഓണക്കോടി കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ മാളുവിൻ്റെയും തുണ്ടിൻ്റെ ഓണക്കോടി. ഇതാണ് എൻ്റെ ചേച്ചിയുടെ ഓണക്കോടി കേട്ടോ. നിച്ചുവിൻ്റെ ഓണക്കോടി ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. നിച്ചുവിന് എത്ര ഡ്രസ്സാ? അമ്മ, രാധ, ഞാൻ
നിച്ചുവിൻ്റെ ഉണക്കോടി. പിന്നെ നമ്മുടെ വല്യമ്മ. അങ്ങനെ കുമ്മാട്ടിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, കൊട്ടലും അല്ലാതും. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം കേട്ടോ. ഹായ് ഗൈസ്, അപ്പോഴത്തേ ഞങ്ങൾ കുമ്മാട്ടി സ്ഥലത്തിൻ്റെ അവിടെ എത്താറായിട്ട് തുടങ്ങിയിട്ടില്ല. ഭയങ്കര വെയിലാണ് കേട്ടോ. ഹായ് ഗൈസ്, അപ്പം ഞങ്ങളിത് കുമ്മാട്ടി ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അതിന് മുമ്പേ ഞങ്ങളെല്ലാവരും കൂടെ എത്തി. എൻ്റെ അമ്മയുടെ പുതിയ സാരിയാണ് കേട്ടോ. നമ്മുടെ മാവേലിക്ക് രാജണ്ടി. അയ്യോ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിച്ചുവിൻ്റെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ടൗണിലേക്കാണ് പോയത്. അപ്പോൾ ഒരു മാലയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാലയും പാദസരമൊക്കെ ചേച്ചി മേടിച്ചു. പിന്നെ ഒരു ചെരുപ്പാണ് ഞങ്ങൾ മേടിക്കാൻ പോയത്. ചെരുപ്പ് ആകെ ചീത്തയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ചേച്ചിക്കും മാളുവിനൊക്കെ ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെരുപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞു. പിന്നെ ഒരു ഡ്രസ്സ് മേടിക്കാൻ വിചാരിച്ചു. ഞാൻ ഓണക്കോടി ഇതുവരെ എടുത്തിട്ടില്ല, ഇനി നാളെ പോയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, പക്ഷെ അതെനിക്ക് സെറ്റായില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് മീനും പിന്നെ കുറച്ച് ബീഫൊക്കെ മേടിച്ചു. അപ്പോൾ അവിടെ പോത്തിൻ്റെ തല കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ മേടിച്ച് ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ ഓക്കെ ബായ്. അപ്പോൾ ഇനി പുലിക്കളിയിൽ കാണാം.